രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒരു മൂഡില്ലാത്ത ദിവസമാണ്. രാവിലെ എന്നൊന്നും പറയണ്ട, എണീറ്റ് വന്നപ്പോൾ ഉച്ചയായി. മൂഡില്ലായിരുന്നെങ്കിലും കുറച്ച് പ്രൊഡക്റ്റീവ് ആയിട്ടിരുന്ന ഒരു ദിവസം കൂടിയാണ്. വളരെ നേരത്തെ എണീറ്റത് കൊണ്ട് തന്നെ കഴിക്കാൻ വേണ്ടി ആഹാരം ഒന്നും കിട്ടിയിട്ടുണ്ട്. ഉച്ചക്കലത്തെ ഫുഡ് വരുമ്പോഴേക്കും കഴുകാനുള്ള തുണിയെല്ലാം കൂടി ഒന്ന് മുക്കി വെച്ചു. അപ്പോഴേക്കും ഉച്ചക്കലത്തെ ഫുഡ് വന്നു. നല്ല വിശപ്പുള്ളത് കൊണ്ട് ഒട്ടും ആക്രാന്തം ഇല്ലാതാണ് കഴിച്ചത്. വിശന്നിരുന്നുകൊണ്ട് എല്ലാ ഫുഡും കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്താ ചെയ്യാന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് എക്സാം ഒക്കെ അല്ലേ, ഒരുപാട് പഠിക്കാനുണ്ടെന്ന് ഞാൻ ഓർത്തു. ഒരുപാടൊന്നും പഠിച്ചില്ലെങ്കിലും കുറച്ചെങ്കിലും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബുക്കും തുറന്നു. പിന്നെ പഠിക്കാനൊക്കെ തുടങ്ങിയതല്ലേ, ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിരുന്ന് പഠിക്കാന്ന് വിചാരിച്ചു. ഒന്ന് കുളിച്ചിട്ടൊക്കെ പിന്നെ കഴുകാൻ വെച്ചിരുന്ന തുണിയും കൂടി അങ്ങ് കഴുകിയിട്ടു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ സമയം വൈകിട്ടായി. പിന്നെ വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണമെങ്കിൽ ആദ്യം നോട്ട് വേണം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് വിചാരിച്ചത്. എക്സാമിന് മുന്നേ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചാലും ഇതൊന്നും നടക്കത്തില്ല. എക്സാമിന്റെ സമയമാകുമ്പോഴാണ് ഞാൻ ഈ നോട്ടിന്റെ പുറകെ പോകുന്നത്. പിന്നെ ഈ പഠിക്കാതിരിക്കുമ്പോൾ മാത്രം എനിക്ക് മൈൻഡ് ഇങ്ങനെ ഡൈവേർട്ടായി പോകാറ്. അങ്ങനെ പോയതാണിത്. പിന്നെ വീണ്ടും ഒന്ന് ചെറുതായിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി ഒന്ന് പുറത്തുപോയി. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രം ഇടയ്ക്കിടയ്ക്കുള്ള റെസ്റ്റ് എനിക്ക് മസ്റ്റാണ്. ഈ ഉള്ളിവടയുടെ കൂടെ കിട്ടുന്ന ഈ ചട്നി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അത് ഞാൻ പറയുന്നതിന് മുമ്പ് എടുത്തിട്ടെൻ്റെ സങ്കടമാണ്. 5 മിനിറ്റത്തെ പഠിത്തത്തിന് അരമണിക്കൂറത്തെ റെസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പഠിക്കാൻ വേണ്ടി വന്നു. എൻ്റെ മുഖം കണ്ടറിയില്ല എനിക്ക് പഠിക്കാൻ ഒട്ടും മടിയില്ല. എക്സാം കഴിയുന്നത് വരെ എൻ്റെ എല്ലാ വ്ളോഗിലും ഞാൻ ഇനി തൊട്ടി പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ പഠിക്കുന്ന വീഡിയോസ് ആയിരിക്കും കാണുന്നത്.